നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ? തപ്പുകയാണ്. ഉടൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലെത്തി. പക്ഷേ അവസാനം കലമുടച്ചു. ഇനി ഹൈക്കമാൻഡ് പറയും ആരാണ് മുഖ്യമന്ത്രി എന്ന്. 23-ാം തീയതി വരെ സമയമുണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? അതിന് മുന്നേ മുഖ്യമന്ത്രിയാകുമോ? ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. ഇനി ആരാണ് പ്രതിപക്ഷ നേതാവ്? ഈ ചോദ്യവും മറുവശത്ത് ഉയരുകയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ തന്നെ ആകുമോ പ്രതിപക്ഷ നേതാവ്? മറ്റാരെങ്കിലും ആകുമോ? ചോദ്യം ബാക്കിയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തോട് പിണറായി വിജയൻ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മാധ്യമങ്ങളോടൊന്നും വലിയ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഒരു വാർത്താ സമ്മേളനം നടത്തി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ നൽകി. അതുമാത്രമല്ല, മറ്റ് ചോദ്യങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. പക്ഷേ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നില്ല. തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഉണ്ടാകുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ തുടരുന്ന CPI ദേശീയ കൗൺസിൽ യോഗം കേരളത്തിലെ തിരിച്ചടി വിശദമായി വിലയിരുത്തും. തിരഞ്ഞെടുപ്പ് ഫലത്തിനെ കുറിച്ച് സെക്രട്ടറി പറയുമെന്നായിരുന്നു പിണറായി വിജയൻ പ്രതികരിച്ചത്. എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്നായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ വിഷയം ചർച്ച ചെയ്യണമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന ശേഷമാകും തീരുമാനിക്കുക. യോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കുക യോഗം ചേർന്ന ശേഷമാകുമെന്നും MA ബേബി വ്യക്തമാക്കി. എന്തായാലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും വലിയ രീതിയിലുള്ള പരാജയമാണ് പാർട്ടി നേരിട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ടയായി കണക്കാക്കുക. തോൽവി പരിശോധിക്കുക, എന്തുകൊണ്ട് തോറ്റു, എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പ്രവർത്തകർ ആവേശത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരത്തിനായി തിരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ ഇന്നും നാളെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗമടക്കം തുടർച്ചയായ 5 ദിവസമാണ് CPM നേതൃയോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 3 പേരാണ് ആ ഒരു കസേരയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത്. 3 പേരും ഒരു കസേര മത്സരം നടത്തുകയാണ്. ആരതിലിരിക്കും, ആര് വാഴും മുഖ്യമന്ത്രിയായി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. VD സതീശന് അനുകൂലമായി പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. VD സതീശൻ അനുകൂലികളൊക്കെ നിരത്തിലേക്ക് ഇറങ്ങുന്നു. എന്തിന്? സ്വന്തം പാർട്ടിയിലെ ഫ്ലെക്സുകൾ വരെ അതായത് KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകളൊക്കെ വലിച്ചു കീറുന്നു, കരിയോയിൽ ഒഴിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വന്തം പാർട്ടിക്കുള്ള, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അടി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുപോലെയാണ് അത്രയ്ക്ക് വലിയൊരു കനമില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്ത് നോക്കുമ്പോഴും CPIനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് പരസ്യമായി പറഞ്ഞ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഭരണഘടനാപരമായി പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവി ഇല്ലെന്ന് CPM അറിയിച്ചതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വം പരസ്യമായി പദവി ആവശ്യപ്പെട്ടത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കമെങ്കിൽ പ്രതിപക്ഷത്തെത്തിയ ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയാണ് കലഹം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ കോടിയേരി ബാലകൃഷ്ണന് വഹിച്ച പ്രതിപക്ഷ ഉപനേതാവ് പദവി ഇത്തവണ CPIക്ക് വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇക്കാര്യം തള്ളിയ CPM പ്രതിപക്ഷ ഉപനേതാവെന്ന ഭരണഘടനാപരമായ ഒരു പദവിയില്ലെന്നും നിയമസഭയിൽ കക്ഷി നേതാക്കൾ മാത്രമേ ഉള്ളൂവെന്നും CPMനെ അറിയിച്ചു. ഇതോടെയാണ് സാങ്കേതികമായ തടസ്സങ്ങൾ പ്രശ്നമല്ലെന്നും ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെയും പരിഹരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ആവശ്യപ്പെട്ടത്. സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപേ മാധ്യമങ്ങളോട് പ്രതികരിച്ച പാർട്ടി ദേശീയ നേതാവ് P സന്തോഷ് കുമാർ ഉപനേതാവ് പദവിയെ പറ്റിയുള്ള ചർച്ചകൾ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ആരായാലും അക്കാര്യത്തിൽ CPI നിലപാട് പറയില്ല. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തതയുണ്ടാകും. ഡൽഹിയിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായി മനസ്സ് തുറക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കാൻ പിണറായി തീരുമാനിച്ചാൽ മാത്രമേ മറ്റൊരാളിലേക്ക് പ്രതിപക്ഷ നേതൃപദവി എത്തൂ. KN ബാലഗോപാലിനാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല CPI നേരത്തെയും അതായത് പിണറായി പക്ഷത്തെയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മുന്നണിയിൽ കൂടിയാലോചന ഇല്ലാതെ എടുത്ത സർക്കാർ തീരുമാനങ്ങൾ തിരിച്ചടിയായെന്നും പല വിഷയങ്ങളും സർക്കാരിന് ഇടതു നിലപാടിൽ നിന്ന് നയവ്യതിയാനമുണ്ടായെന്നും CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു തുറന്നടിച്ചിരുന്നു. മുന്നണിയിൽ കൂടിയാലോചനയും ചർച്ചയും വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. തോൽവി വിലയിരുത്താൻ CPIയുടെ കേന്ദ്ര നേതൃയോഗങ്ങൾ ചർച്ച തുടങ്ങിയിരുന്നു. ഇതിലാണ് ഇത്തരത്തിൽ മുന്നണി വലിയ രീതിയിലുള്ള എടുത്തുചാട്ടങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുത്തുവെന്ന വിമർശനം മുന്നോട്ട് വെച്ചത്. തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPIന് നേരെ CPI വിരൽ
ചൂണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പരസ്പര വിമർശനങ്ങളുണ്ട്, പക്ഷേ തെരുവിലിറങ്ങി അടികൂടുന്നില്ല, അല്ലെങ്കിൽ ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഇടതുപക്ഷത്തും ചില അമർഷങ്ങൾ CPI വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. PM ശ്രീ അടക്കം പല വിഷയങ്ങളും സർക്കാർ ഇടതു നിലപാടിൽ നിന്ന് നയവ്യതിയാനമുണ്ടായി. ഇതും തിരിച്ചടിക്ക് കാരണമായിട്ടാണ് വിലയിരുത്തുന്നത്. മറ്റ് ഘടകകക്ഷികളെ CPI വിശ്വാസത്തിലെടുത്തില്ല എന്നും പ്രകാശ് ബാബു അടക്കമുള്ളവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. PM ശ്രീ, എലപ്പുള്ളി ബ്രൂവറി CPI ആർജവത്തോടെ ചൂണ്ടിക്കാട്ടി തിരുത്തിയ കാര്യങ്ങൾ ഒട്ടേറെയുണ്ടെന്നും ബിനോയ് വിശ്വൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. പാർട്ടിയിലെ നേതൃമാറ്റ ചർച്ചകൾ തള്ളിയ ബിനോയ് വിശ്വൻ നിലവിൽ നേതൃമാറ്റത്തിൽ അന്തരീക്ഷമില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ഇനി എന്താണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ MP ഗോവിന്ദൻ പറഞ്ഞതെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നമ്മൾ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെ കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളായി. ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് 37.6% വോട്ടാണ് താരതമ്യേന കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാവും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചുചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് കേൾക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചത്. പ്രാഥമികമായ പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടറിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരം ഒരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം ജില്ലാ കമ്മിറ്റിയും ചേരാൻ എല്ലാ ഏരിയ കമ്മിറ്റികളും കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം.